ഒരുപാട് നമ്മളിന്ന് മെഷീൻ ലേണിംഗ് ട്യൂട്ടോറിയലിലെ ഇന്നത്തെ ചെറിയ മെഷീൻ ലേണിംഗ് പ്രോജക്റ്റാണ്. അപ്പം ഇത് നമ്മൾ മ്യൂസിക് പഠിച്ചാണ് ഏജിനനുസരിച്ച് യൂസറിന് മ്യൂസിക് പ്രൊഡിക്റ്റ് ചെയ്ത് കൊടുക്കും. ഓരോ ജനറമനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജെൻഡറിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനുള്ള ഏജ് കൊടുക്കും. ഏജിനനുസരിച്ച് മ്യൂസിക് എന്ന് കൊടുക്കും. അതിന്റെ ചെറിയൊരു മെഷീൻ ലേണിംഗ് മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെറിയ ഡേറ്റ സെറ്റ് ഇവിടെ ഉണ്ട്. ഏജ്, ജെൻഡർ, പിന്നെ ജെൻഡർ നമ്മൾ 1 മെയിലിനും 0 ഫീമെയിലിനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ 20 തൊട്ട് 26 വരെ 25 വരെ നമ്മൾ ഹിപ്പ് ഹോപ്പ്, പിന്നെ 26 തൊട്ട് 30 വരെ ജാസ്, പിന്നെ 31 തൊട്ട് 37 വരെ ക്ലാസിക്കൽ, പിന്നെ ഫീമെയിൽ ആകും 20 to 25 വരെ ഡാൻസ്, 26 തൊട്ട് 30 വരെ അക്കോസ്റ്റിക്, 30 തൊട്ട് 35 വരെ ക്ലാസിക്. അപ്പം ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്ന ഈ ചെറിയ മോഡൽ. അതിനകത്ത് ഏജ്, ജെൻഡർ, ജനറേറ്റർ. അപ്പോൾ ഈ ഒരു ചെറിയ CSV ഫയലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം വളരെ ജുപിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയലിലൂടെ കിടക്കുന്നത് ട്രാക്ക് അതിനുശേഷം നമ്മൾ എഡിറ്ററിൽ വരിക. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രൊജക്ട് ചെയ്ത് പോകണം. അപ്പം ഈ ഒരു മോഡൽ ചെയ്തിടും. മോഡലിന് യൂസർ ഏത് ഏജിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കൊടുക്കും. അതാണ് ഈ ഒരു മോഡൽ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇമ്പോർട്ട് PD, അതിനുശേഷം നമുക്ക് മ്യൂസിക് ഡേറ്റ ഈക്വൽ ടു PD.CSV music.CSV. അതിനുശേഷം നമുക്ക് ഈ മ്യൂസിക് CSV ഫയൽ ഒന്ന് വന്നു നോക്കാം. കൊടുക്കാം. നമ്മൾ CSV ഫയൽ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് 0 ഏജ്, ജെൻഡർ, പിന്നെ ജെൻഡർ. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഔട്ട്പുട്ട് മാത്രം, ഈ ജെൻഡർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ള ഏജിനനുസരിച്ചാണ് നമുക്ക് അവർക്കുള്ള ഇഷ്ടപ്പെട്ട ജെൻഡർ നമുക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം. ഈ ജെൻഡർ മാത്രം നമുക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ തന്നെ വന്നതിന് ശേഷം ഈ X എന്ന് പറഞ്ഞ X equal to music data dot drop, ഈ ഡ്രോപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഇവിടെ നമ്മൾ നോക്കിയൊക്കെ അറിയാം. ഷിഫ്റ്റ് കോളംസ് ഈക്വൽ ടു നമ്മുടെ ജനറൽ മാത്രം ഇതിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ എക്സ് ജനറൽ മാത്രം നമുക്ക് ഇതിന് ഡ്രോപ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം ജനറൽ നമുക്ക് കിട്ടാനുള്ള ഔട്ട്പുട്ട് അത് മാത്രം നമ്മൾ ഇതിന് മാറ്റും. അപ്പോൾ ഔട്ട്പുട്ട് മാത്രം നമ്മൾ മാറ്റി. ഇനി വൈ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. y equal to music data dot അല്ല, ജനറൽ മാത്രം പിടിക്കുക. ജനറൽ മാത്രം അപ്പോൾ ഔട്ട്പുട്ട് വേണ്ടി മാത്രം ഇതിന് ഔട്ട്പുട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഔട്ട്പുട്ട് മാത്രം ഇതിന് മാറ്റി. ഇനി ഔട്ട്പുട്ട് മാത്രം ഒരു വൈ എന്ന് പറഞ്ഞ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. ഇത് ഔട്ട്പുട്ട് ഇല്ലാതെ ഇനി ഔട്ട്പുട്ട് മാത്രമായിട്ട് ഔട്ട്പുട്ടിന് ജനറൽ പോസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് വൈദ്യുതി നോക്കി വെച്ചതാണ് ഈ ജനറൽ മാത്രം. നമ്മൾ ജനറൽ മാത്രം ഔട്ട്പുട്ട് മാത്രം കൊണ്ടുപോകും. ഇനി നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയതാണ് SQL. അപ്പം അത് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസിഷൻ ട്രീ ക്ലാസിഫയർ യൂസ് ചെയ്യുന്നത്. അപ്പം ഫ്രം SQL dot tree import decision tree classifier. decision classifier. ഇനി മോഡൽ ഈക്വൽ ടു നമുക്ക് മോഡൽ എന്ന് പറഞ്ഞു കൊടുക്കാം. മോഡൽ ഈക്വൽ ടു decision classifier